ഉപദേശിക്കുകയാണെന്ന് തോന്നരുത് ഷാരടി മാഷക്ക്. ഈ തീരുമാനം ഒന്ന് പുനഃപരിശോധിച്ചേ പറ്റൂ. ഒരു പുനഃപരിശോധനയില്ല. ഇന്നത്തോടെ ഇവിടുത്തെ പിണ്ണ അവസാനിപ്പിച്ചു. ഇനി രാഷ്ട്രപതി വന്ന് ദയാഹർജി എന്നാലും ഈ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? മടുത്തു, അത്ര തന്നെ. ഈ ശങ്കരൻകുട്ടി മാഷിനെ പോലുള്ള മൂർഖന്മാർക്കിടെ പണിയെടുക്കാൻ വയ്യ. നല്ലൊരു സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോണെന്ന് ഷാരടി മാഷ് മനസ്സിലാക്കണം. എനിക്ക് പട്ടിണി കിടക്കേണ്ടി വരില്ല. 2 നേരം കഞ്ഞി കുടിക്കാനുള്ള വക ഷാരത്തുണ്ട്. ഇനി അതില്ലാച്ചാലും 4 പുസ്തകം എഴുതി റോയൽറ്റി വാങ്ങി ജീവിക്കും. ഇനി അവിടെയും തോറ്റു അയച്ചാ കാവുമ്പുറത്ത് അങ്ങാടിയിൽ 4 പച്ചോല വളച്ചു കെട്ടി ഒരു കത്രയും കണ്ണാടി സംഘടിപ്പിച്ച് നാട്ടുകാരുടെ ക്ഷൗരം ചെയ്ത് പഴച്ചോളാം ഞാൻ. സോറി സോറി സാർ, സോറി. അങ്ങനെ ഒരുപാട് കാലത്തെ ഔദ്യോഗിക ജീവിതം ഇന്നോടെ സ്വാഹ. മീര, മനസ്സിലൊരു താജ്മഹൽ കെട്ടിപ്പൊക്കിയിട്ട് അത് തല്ലി ഉടച്ചു കളയാൻ പറഞ്ഞ നോവല്ലേ? നോവരുത്, കരയരുത്. കരുത്തോടെ അത് ചെയ്യണം. നീ വളരെ ബോൾഡായി. നീ ഒരുപാട് മോഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കുറേയേറെ ഞാനും അതിന് വളം വെച്ച് തന്നിട്ടുണ്ട്. പാടില്ല, ഒന്നും പാടില്ല. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ഈശ്വരൻ സമ്മതിക്കുകയും കൂടി വേണം നന്നാവാൻ. ഇത് കഞ്ചാവാ, നല്ല അസല് കഞ്ചാവ്. 2 പുകയെടുത്ത മനസ്സൊന്ന് ശാന്താവും. വേണോ നിനക്കൊരു പുക? എന്താ എന്താ മാഷേ ഇതിന്റെയൊക്കെ അർത്ഥം? അറിയണം എനിക്ക്. നോ, ഒന്നും അറിയരുത്. ആരും ഒന്നും. അറിവാണ് മനുഷ്യൻ ആദ്യം ഉണ്ടാക്കുന്നത്. കണ്ടിട്ടില്ലേ നീ ഈ തെരുവിലെ കടലാസും കുപ്പിച്ചില്ലും പിറക്കി നടക്കണ ചില മനുഷ്യരെ? അവർക്കറിയോ ലോകമഹായുദ്ധത്തെ പറ്റി, സ്വാതന്ത്ര്യ സമരത്തെ പറ്റി, വേദവ്യാസനെയും ത്യാഗരാജ സ്വാമികളെയും പറ്റി. സോറി, കഞ്ചാവിന്റെ പിടുത്തം മുറുകാൻ തുടങ്ങിയിട്ടുണ്ട് ബ്രെയിനിൽ. സോറി മീര, ഐ ആം റിയലി സോറി. എവിടുന്ന് കിട്ടി ഈ വിഷം വലിച്ചു കയറ്റാൻ? നമ്പീശൻ തന്ന, കീഴ്പള്ളി നാരായണൻ നമ്പീശൻ. ആരാ തെണ്ടി? കുറെ കാലായി കേൾക്കണു ഞാൻ. മിണ്ടിപ്പോവരുത്. ദൈവം എനിക്കല്ല. ചെല്ലുമോളെ, അവിടെ ബാലരാമൻ നിന്നെ കാണാതെ. എന്നെ ചൊല്ലി പേടിക്കാനും വേവലാതിപ്പെടാനും ഒന്നും ഈ ലോകത്ത് ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക. ഈ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കായിപ്പോയി എന്റെ അച്ഛൻ പെങ്ങളെ. ദേ, വേണ്ടാതീനം പറഞ്ഞാലുണ്ടല്ലോ അടിച്ച് നിന്റെ അണപ്പല്ലെടുക്കും ഞാൻ. ആർക്കാടി നിന്നോട് ഇവിടെ ഇഷ്ടമല്ലാത്തത്? ആർക്കാ? മാഷ്. അറിയില്ലേ കുട്ടിയെ നിനക്ക് അവന്റെ സ്വഭാവം? നാഴികയ്ക്ക് 40 വട്ടം 40 സ്വഭാവ. അങ്ങനെ തന്നെയായിരുന്നു ഇവിടെ നിന്റെ അച്ചാച്ചനും. അവൻ വരട്ടെ, എന്താ ഉണ്ടായെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ. ആരും ഒന്നും ചോദിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. എന്നെ എല്ലാരും വെറുതെ വിട്ടേക്ക്. മരിക്കാൻ പോവാ ഞാൻ. ഏതെങ്കിലും മാവും കൊമ്പത്ത് കയറി കെട്ടി തൂങ്ങി നോക്കിക്കോ അച്ഛൻ പെങ്ങള്. ബാമേ, നല്ല ഉറപ്പുള്ള കുറച്ച് കയറി ഇങ്ങോട്ട് എടുത്തോളൂ. ഈ കുട്ടി തൂങ്ങി മരിക്കാൻ പോവാണത്രേ. നല്ല ഉറപ്പ് വേണേ. പൊരിച്ചാക്ക് പോലത്തെ പെണ്ണ. ഒന്ന് പതുക്കെ പറയുന്നുണ്ട് അച്ഛൻ പെങ്ങള്. ആരെങ്കിലും കേട്ടാ? ഓ, നാളെ നീ മാവിന്റെ കൊമ്പത്ത് തൂങ്ങി നിക്കണത് ആരെങ്കിലും കണ്ടാലോ? വലിയ ചന്ത ഉണ്ടാവുന്ന വിചാരം. കുട്ടിയോ നടങ്ങിയിരിക്കേ. കാര്യമൊക്കെ ഞാൻ വിചാരിച്ച മട്ടി നടത്തി തരാം. അവനിങ്ങി വരട്ടെ. ഇല്ലെങ്കിലേ എന്റെ പേര് അച്ഛൻ പെങ്ങളെന്ന് മാറ്റി വല്ല കാക്കാത്തിയമ്മ മറ്റോ വിളിച്ചോളൂ നീയെ.
നാളെ ഈ നേരം ആവട്ടെ, കാണിച്ചു തരണുണ്ട് ഞാൻ ഇവിടെ നടക്കാൻ പോണ എന്താണെന്ന്. എന്താ? നീ നോക്കിക്കോ പെണ്ണേ. അച്ഛാ, 4 കൂട്ടം പായസം ഉണ്ടെന്ന ബാലവലിച്ചൻ പറയണ കേട്ടത്. പപ്പടവും പഴമുറുക്കും ഒക്കെ റെഡി ആവുന്നുണ്ട്. എന്താ അച്ഛനും മോനും കൂടെ അറിയിക്കോളാൻ പറയാ അല്ലേ ശങ്കരമാമേ? ആ ഒച്ച വെച്ച് കാര്യം വഷളാക്കണ്ട. ആളറിഞ്ഞ മാനക്കേടാ. പോവാണ് ഞാൻ. ക്ഷമ ചോദിക്കണേൽ അർത്ഥമില്ല എന്നറിയാം. എന്നാലും മാപ്പ്, 1 കോടി തവണ മാപ്പ്. കുറിഞ്ഞി പൂക്കണ പോലെ 12 വർഷത്തിലൊരിക്കൽ പ്രയാഗി നടക്കുന്ന കുംഭമേള കാണാനാണ് ഞാൻ പോണത്. ഇനിയൊരു തിരിച്ചു വരവുണ്ടാവില്ല. മീര, അവളെ സർവേശ്വരന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പുറപ്പെടുന്നത്. ഇനിയൊക്കെ ഈശ്വരേച്ഛ പോലെ നടക്കട്ടെ. അമ്മ ശപിക്കരുത് തന്നെ, ആരും ശപിക്കരുത് തന്നെ. ഇതെന്റെ വിധി, ഇതെന്റെ നിയോഗം. ബാലരാമ, ചതിച്ചു ബാലരാമ, ഭരതൻ ചതിച്ചു. നോക്കില്ല എന്താ ഇത്? ഇതിലും ഭേദം എന്റെ കുട്ടിയെ തല്ലിക്കൊന്ന് കുഴിച്ചിടുകയല്ലായിരുന്നു, അല്ലെങ്കിൽ എന്റെ കരളിലേക്ക് ഒരു കത്തി കുത്തി കയറ്റുകയല്ലായിരുന്നു. ബാലരാമ, ഗോവിന്ദേട്ടാ, വരല്ലേ? മിഥുനൻ രാശി. ജോത്സരേ, എന്താവോ വിശേഷിച്ച്? ഇരിക്കുക. ബുദ്ധിമുട്ടിച്ചത് ക്ഷമിക്കണം. ബുദ്ധിമുട്ടും വേണം, ക്ഷമിക്കുകയും വേണം. ഇത് രണ്ടിനും കൂടെ എത്തിയ പ്രയാസാണല്ലോ കുഞ്ഞിരാമൻ നായരെ. നമ്മുടെ ദേശോദ്ധാരണി വായനശാലയുടെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് നാളെ. ഓ, നിങ്ങളുടെ അളിയൻ തുടങ്ങി വെച്ചൊരു പ്രസ്ഥാനല്ലേ. ഇപ്പൊ ഭരതൻ മടങ്ങി വന്ന സ്ഥിതിക്ക് നമുക്ക് അതിന്റെ 25ാം വാർഷികം അങ്ങോട്ട് ആഘോഷിച്ചാൽ എന്താന്നൊരു തോന്നല്. എന്താ ജോത്സരുടെ അഭിപ്രായം? നല്ല കാര്യം തന്നെ. 4-5 കൊല്ലായിട്ട് മുടങ്ങിക്കിടക്കുകയല്ലേ അതിന്റെ പ്രവൃത്തി. പറഞ്ഞാ മാത്രം പോരാ, അതിന്റെ കമ്മിറ്റിയുടെ മുൻപന്തിയിൽ തന്നെ ഉണ്ടാവണം ജോത്സര്. എന്താ? സന്തോഷം. നാം മറക്കണ്ട, നാളെ രാത്രി 7 മണിക്ക് വായനശാല ഹാളില് സ്വാഗത സംഘ രൂപീകരിക്കൽ മീറ്റിംഗ്. പറ്റുമെങ്കിൽ മരുവിനെയും പങ്കെടുപ്പിക്കണം. ഇക്കുറി നമുക്കൊന്ന് ഞെട്ടിക്കണം. ഓ, ഉഷാറാക്കി കളയാലോ. അപ്പൊ ഞങ്ങൾ ഇറങ്ങുന്നു. അപ്പൊ പറഞ്ഞ പോലെ നാളെ രാത്രിയില് മീറ്റിംഗിൽ കാണാം. ഓ, ഒന്നും വിളിച്ചു പറയാറുന്നില്ലേ മോളെ വരുന്ന വിവരത്തിന്? ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. എവിടെ അച്ഛനും ഹരിയേട്ടനും? വിളിച്ചു പറഞ്ഞാ വണ്ടി അയക്കില്ലായിരുന്നോ ഞാൻ? ഒരു ജീപ്പ് ടൗണിലേക്ക് പോന്നിരുന്നു. അതില് ചാടി കയറി ഇങ്ങോട്ട് പോന്നു. കറുത്തു പോയല്ലോ എന്റെ കുട്ടിയെ നീ.
വല്ലാണ്ട് അങ്ങോട്ട് മെലിയുകയും ചെയ്തു. എന്താ തണുപ്പ് അവിടെ ഊട്ടിയില്. 4 മണിക്ക് എഴുന്നേറ്റുള്ള കുളി, 1 മണിക്കൂർ മെഡിറ്റേഷൻ. വളരെ സ്ട്രിക്റ്റാ. 8:30 തൊട്ട് തുടങ്ങും മന്ദബുദ്ധികളായ കുട്ടികളോടുള്ള യുദ്ധം. തലയുടെ ആണിക്കല്ലിളകി പോവും മനുഷ്യന്. മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ മോളെ നിനക്ക് അവിടെ? പിന്നില്ലേ അതെ, വേറൊരു ലോക അത്. ഒരു സ്പിരിച്വൽ മേക്കൊണ്ട. ഞാൻ ഹാപ്പിയാ, 100% ഹാപ്പി. മോള് പോയി കുളിച്ചിട്ട് വാ. നല്ല കടുമാങ്ങ കറിയും കുട്ടി ചോറ് തരണുണ്ട് അമ്മ. എന്നാ അമ്മയുടെ തറവാട്ടിലെ ഉത്സവം തുടങ്ങണത്? കൊടിയേറ്റം കഴിഞ്ഞു. മറ്റന്നാള് ആറാട്ടോടു കൂടി തുടങ്ങും. എന്തേ അന്വേഷിക്കാൻ? ഒന്നുമില്ല. മോളെ, എന്റെ അച്ഛൻ-പെങ്ങളെ കണ്ടിട്ട് എത്രയായി? നീ വന്നോന്നറിഞ്ഞു. ഒന്ന് കാണാൻ വേണ്ടി വന്നതാ എന്റെ കുട്ടിയെ. കയറി വരട്ടെ ഞാനങ്ങോട്ട്. ഇങ്ങോട്ട് കയറി വരണ്ടവളല്ലായിരുന്നോ നീ? ആട്ടെ, അറിഞ്ഞോ മോൾ ഇവിടുത്തെ വിശേഷം? എന്താ? ആര് പറഞ്ഞു നിന്നോട് തെണ്ടി തിരിഞ്ഞടക്കാൻ? പോകത്ത് അച്ഛാ, അകത്ത് കയറി പോവാൻ. എന്നാലും എന്റെ ബാലരാമ, എന്റെ മോളെ കണ്ണു നിറച്ചൊന്ന് കാണുന്നതിന് മുമ്പ് അതിന്റെ ചോര കുടിച്ച് മതിയായില്ലേ നിങ്ങൾക്ക് ഇനിയും? മറ്റെല്ലാ സങ്കടങ്ങളും മറന്ന് ഇത്തിരി മനസമാധാനത്തോടെ ജീവിക്കുക എന്റെ കുട്ടി. വീണ്ടും പഞ്ചാര വർത്താനവും പറഞ്ഞ് ചതിക്കാനാ ഭാവമെങ്കിൽ കത്തിക്കും ഞാൻ ഇരിങ്ങാണ് ഒരു പത്തായപ്പുര. എന്റെ രുക്മാവതി ഏട്ടത്തെയും തിരഞ്ഞ് ഞാൻ തൊടി മുഴുവൻ കറങ്ങി. എന്തെടുക്കുക മിസ്സസ് നാരായണ പിഷാരോടി ഇവിടെ? ഞാൻ പശുവിന് ഇത്തിരി. കരയണുണ്ടോ എന്റെ അമ്മ? കരയേ? നിനക്ക് തോന്നണതാ? അല്ല, കലങ്ങിയിട്ടുണ്ട് അമ്മയുടെ കണ്ണ്. എന്താ എന്താ പറ്റിയ? സത്യം പറ. അതേ, അത് കരട് പോയതാ. നിക്ക് 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 നിക്ക്. പോയില്ലേ പോയില്ലേ കരട്? ആകാശം പോലെ തെളിഞ്ഞു നിൽക്കുന്ന നമ്മുടെയൊക്കെ കണ്ണില് ഇടയ്ക്ക് ഓരോ കരട് എടുത്തിടും ദൈവം. ഇല്ലേ രുക്മാവതി എടുത്തേ? എല്ലാം അവസാനിച്ചു എന്ന് കരുതി ഇരിക്കുമ്പോഴാ കുഴിമാടത്തിന്ന് ആ കാലിന് എണീറ്റ് വന്നു. മീരറിഞ്ഞ എന്താ സംഭവിക്കുക? എത്ര ദിവസം ഒന്ന് വെച്ചിട്ടാ ഒളിച്ചു വെക്കുക? ഇന്നല്ലെങ്കിൽ നാളെ അവര് തമ്മിൽ കാണും. ആലോചിക്കുമ്പോ എന്റെ നെഞ്ചു പിടയ്ക്കണം. ഒരൊറ്റ വഴി എന്റെ ബുദ്ധി തെളിയണുള്ളൂ. അവളെ അപ്പുട്ടൻ മാമരുടെ അടുത്തേക്ക് അയക്കുക, ബാംഗ്ലൂർക്ക്. ഈ വെക്കേഷൻ അവിടെ നിൽക്കട്ടെ മീര. പതുക്കെ അറിഞ്ഞോട്ടെ വിവരങ്ങളൊക്കെ. പെട്ടെന്നൊരു ഷോക്കാവുണ്ട് അവൾക്ക്. എന്നാ നാളെ തന്നെ അവളെ കൊണ്ട് നീ ബാംഗ്ലൂർക്ക് പോകും. ശരി. ഞാൻ ബാംഗ്ലൂർക്കും കൊടൈക്കനാലിലേക്കൊന്നുമില്ല. നാളെ അമ്മയുടെ തറവാട്ടിൽ പോണം. ഉത്സവം തുടങ്ങല്ലേ. ഇക്കുറി താലപ്പൊലി എടുക്കാന്ന് നേർന്നിട്ടുണ്ട് ഞാൻ.